ചോദിച്ചാൽ വരാത്തതും ലോകത്തിലെ നിധി കൊടുത്താൽ പോലും കിട്ടാത്തതുമായ ഒന്നാണ് സമയം. ബഹുമാനപ്പെട്ട പ്രധാന അധ്യാപകർ, ഉപപ്രധാന അധ്യാപകർ, സ്നേഹനിധികളായ അധ്യാപകരെ, അനധ്യാപകരെ, അറിവിന്റെ ലോകത്തെ എന്റെ പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ ശുഭദിനം നേരുന്നു. ഇന്ന് 7ാം ക്ലാസ് ടി വിഭാഗം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് സമ്മാനത്തെക്കാൾ വലിയ സമ്മാനം സമയം എന്ന വിഷയമാണ്. പണമോ വിലപിടിപ്പുള്ള വസ്തുക്കളോ നൽകുന്നതിനേക്കാൾ വലുതാണ് നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി, മാതാപിതാക്കൾക്കായി, കൂട്ടുകാർക്കായി നാം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും. മനസ്സിന്റെ മലിനതകൾ കഴുകിക്കളയാനും പ്രത്യാശയുടെ കിരണങ്ങൾ തേടാനുമായി നമുക്ക് ആദ്യം സർവേശ്വരനെ ധ്യാനിക്കാം. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിലെ ഗായക സംഘത്തെ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 20-ാം അധ്യായം 35-ാം വാക്യം. അധ്വാനിച്ചുകൊണ്ട് ബലഹീനരെ സഹായിക്കണമെന്ന് കാണിക്കാൻ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഞാൻ മാതൃക നൽകിയിട്ടുണ്ട്. സ്വീകരിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് പറഞ്ഞ കർത്താവായ യേശുവിന്റെ വാക്കുകൾ നിങ്ങളെ ഞാൻ അനുസ്മരിപ്പിക്കുന്നു. Let us pray for the elder brothers and sisters of class 10 and 12 who are doing the body slam. Please repeat it after me. O God of love and mercy, look upon your children who are doing the body slam. Help them to remember well all that they have learned and express them effectively, so that they may be glory to you always. In your bounty, grant this prayer. Amen. സ്വർണ്ണത്തേക്കാൾ വിലപ്പെട്ടതാണ് അർത്ഥവത്തായ ചിന്ത. നമ്മുടെ ബന്ധങ്ങളിൽ സമയത്തിനുള്ള പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഇന്നത്തെ ചിന്താവിഷയവുമായി അനുഷ്ഠിക്കുന്നു. സ്നേഹത്തിന്റെ മറ്റൊരു പേരാണ് സമയം. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ബന്ധങ്ങളിൽ ദൃഢമാക്കുന്നു. ഞാൻ ആവർത്തിക്കുന്നു, സ്നേഹത്തിന്റെ മറ്റൊരു പേരാണ് സമയം. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നാം ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ബന്ധങ്ങളിൽ ദൃഢമാക്കുന്നു. മറ്റുള്ളവർക്കായി നാം ചെലവഴിക്കുന്ന സമയത്തിന്റെ വിലയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ ഒരു ദൃശ്യാവിഷ്കാരമായി ഞങ്ങളുടെ കൂട്ടുകാരില്ല നിങ്ങൾക്ക് മുന്നിൽ. രംഗം 1, ക്ലാസ് മുറി. 7ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറാണ് മീര ടീച്ചർ. തന്റെ മകളായ അമ്മുവും ഇതേ ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. രണ്ടുപേരും ഒരുമിച്ച് ക്ലാസ്സിലേക്ക് വരുന്നു. ടീച്ചറുടെ കയ്യിൽ ഫോണുണ്ട്. കുട്ടികൾ ക്ലാസ്സിൽ ബഹളം വയ്ക്കാതിരിക്കാൻ ഒരു വിഷയത്തെക്കുറിച്ച് എഴുതാനായി നിർദ്ദേശിക്കുന്നു. കുട്ടികളെ, ഇന്ന് ആരും ബഹളം വെക്കരുത്. എല്ലാവരും ഞാൻ ആവശ്യപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കണം. നിങ്ങൾക്ക് വലുതാക്കുമ്പോൾ ആരാകണം? ഈ വിഷയത്തെക്കുറിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. വേഗം എഴുതിക്കോളൂ. ടീച്ചർ കസേരയിൽ ഇരുന്ന് ഫോണിൽ മുഴുകുന്നു. മെസ്സേജുകൾ നോക്കി ചിരിക്കുന്നു. മീര ടീച്ചറുടെ മകളായ അമ്മു തന്റെ നോട്ട്ബുക്കിൽ കണ്ണീരോടെ എന്തൊക്കെയോ എഴുതുന്നു. ബെല്ലടിക്കുമ്പോൾ ടീച്ചർ എല്ലാ പേപ്പറും വാങ്ങി ബാഗിലിട്ട് വേഗത്തിൽ വീട്ടിലേക്ക് പോകുന്നു. അമ്മുവും കൂടെ പോകുന്നു. രംഗം 2, വീട്. വൈകുന്നേരം ടീച്ചർ കുട്ടികളുടെ പേപ്പർ പരിശോധിക്കുന്നു. ഭർത്താവും സമീപത്തുണ്ട്. പെട്ടെന്ന് അമ്മുവിന്റെ പേപ്പർ കണ്ട് അവർ അത്ഭുതപ്പെടുകയും സങ്കടത്തോടെ അത് ഭർത്താവിനെ കാണുകയും ചെയ്തു. ഇത് നോക്കൂ, നമ്മുടെ അമ്മ എഴുതിയതാണ്. അമ്മേ, എനിക്ക് വലുതാകുമ്പോൾ ഒരു മൊബൈൽ ഫോൺ ആകണം. കാരണം അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അമ്മയുടെ ഫോണിനെയാണ്. ഭക്ഷണം കഴിക്കുമ്പോഴും കിടക്കുമ്പോഴും അമ്മ അത് കൈവിടില്ല. ഞാൻ എന്തെങ്കിലും പറയാൻ വരുമ്പോൾ ഇതൊന്ന് തീരട്ടെ മോളെ എന്ന് പറഞ്ഞ് അമ്മ എന്നെ മാറ്റി നിർത്തും. പക്ഷേ ആ ഫോണിനോട് അമ്മ എത്ര നേരം വേണമെങ്കിലും സംസാരിക്കും. ഫോണിലെ
ചിത്രങ്ങൾ കണ്ട് അമ്മ ചിരിക്കും. ഫോണിലെ ചെറിയൊരു പോറിലേറ്റാൽ പോലും അമ്മയ്ക്ക് വിഷമമാകും. ഞാൻ കരഞ്ഞാൽ പോലും അമ്മ അറിയാറില്ല. അമ്മയുടെ വിരലുകൾ എൻ്റെ തലമുടിയിൽ തലോടുന്നതിനേക്കാൾ കൂടുതൽ ആ സ്ക്രീനിൽ തലോടുന്നു. ഞാൻ വിശക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മയുടെ കണ്ണുകൾ ഫോണിലാണ്. ഞാൻ കരയുമ്പോൾ അമ്മ കേൾക്കാറില്ല. പക്ഷേ ഫോൺ ഒന്ന് ശബ്ദിച്ചാൽ അമ്മ ഓടി വരും. അതുകൊണ്ട് എനിക്ക് അമ്മയുടെ ഫോണാകണം. എങ്കിൽ മാത്രമേ എനിക്ക് അമ്മയുടെ കയ്യിലിരിക്കാനും അമ്മയുടെ സ്നേഹം എപ്പോഴും അനുഭവിക്കാനും കഴിയും. മോളെ, ഞങ്ങൾക്ക് തെറ്റുപറ്റി. പണവും സമ്മാനങ്ങളുമല്ല നിനക്ക് വേണ്ടത്, ഞങ്ങളുടെ സമയമായിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാലും ചൊരിയൂ മഴ മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ. എന്നോമൽ നിധിയല്ലേ കൺപീലി മനയല്ലേ എന്നാളും അരികെ ഞാൻ കാവലായി. രംഗം 3 വർഷങ്ങൾക്ക് ശേഷം. ടീച്ചർക്കും ഭർത്താവിനും ഇപ്പോൾ പ്രായമായി. അവർ അവശരാണ്. തന്റെ മാതാപിതാക്കളുടെ സ്നേഹവും പരിചരണവും അനുഭവിച്ചു വളർന്ന അമ്മു അവിടേക്ക് വരുന്നു. അവൻ മറ്റു തിരക്കുകൾ എല്ലാം മാറ്റിവെച്ച് അവരെ പരിചരിക്കുന്നു. അമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുന്ന അമ്മുവിനോട് അമ്മ ഇപ്രകാരം ചോദിക്കുന്നു. മോളെ, നിനക്ക് ഒത്തിരി ജോലികളില്ലേ? നീ ഞങ്ങളുടെ അടുത്തെങ്ങനെ സമയം ചെലവഴിക്കേണ്ടതുണ്ട്? അമ്മേ, അന്ന് അമ്മ എനിക്ക് നൽകിയ ആ സമയമാണ് എന്നെ ഇന്നത്തെ മനുഷ്യനാക്കിയത്. നിങ്ങൾ എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സാന്നിധ്യമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കേണ്ടത് എന്റെ കടമയാണ്. ഈ ദൃശ്യാവിഷ്കാരത്തിലൂടെ നാം കാണുന്നത് ഒരു വലിയ സത്യമാണ്. നിങ്ങൾ മറ്റൊരാൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം പണമോ പദവിയോ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവർക്കായി മാറ്റിവെക്കുന്ന നിമിഷങ്ങളാണ്. തിരികെ വിളിച്ചാൽ വരാത്ത ഒന്നാണ് സമയം. ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നുപോകുന്ന ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ സ്നേഹിക്കുന്നവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വില കൂടിയ സമ്മാനം സ്വർണമോ പണമോ പുതിയ ഉപകരണങ്ങളോ അല്ല, അത് നമ്മുടെ സമയമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി ചെലവഴിക്കുന്ന ഓരോ നിമിഷവും മരിക്കാത്ത ഓർമ്മകളാണ്. ആ ഓർമ്മകളാണ് നാളെ അവർക്ക് തുണയാകുന്നത്. നിങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പവും മക്കൾക്കൊപ്പവും ചിലവഴിക്കാൻ കിട്ടുന്ന ഈ നിമിഷം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നീട് ഒരിക്കലും അത് തിരികെ കിട്ടില്ല. അതുകൊണ്ട് ഇന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകളിലേക്ക് നോക്കി സംസാരിക്കാം. സ്നേഹം എന്നാൽ നൽകുക എന്നതാണ്. സ്നേഹം എന്നാൽ കൂടെ ഉണ്ടാവുക എന്നാണ്. സ്നേഹിക്കാൻ സമയം കണ്ടെത്താം, ജീവിതം മനോഹരമാക്കാം. സമ്മാനത്തേക്കാൾ വലിയ സമ്മാനം നമ്മുടെ സാന്നിധ്യമാകട്ടെ. നന്ദി. അറിവിന്റെ പാതയിൽ ഞങ്ങളെ നയിക്കുന്ന വഴിവിളക്കുകളാണ് ഞങ്ങളുടെ അധ്യാപകർ. സമയബന്ധിതമായ സ്നേഹത്തെക്കുറിച്ചും അച്ചടക്കത്തെക്കുറിച്ചും സംസാരിക്കാനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മാം പൂർണിമയെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. Respected fathers, sisters, teachers, non-teaching staff, and my dear loving children, a pleasant morning to one and all. First of all, I take this opportunity to congratulate the students of class 7D and their class teacher, Ma'am India, for this thought-provoking assembly presentation. Now, let's read
them a big round of applause. The most precious gift you own cannot be bought and cannot be replaced is your time. When you give someone your time, you are giving them a piece of your life that you will never get back. It's the purest way to say you matter to me. Money can be made again, but a lost moment is gone forever. Listening to a friend for a few minutes is worth more than any expensive present. We don't remember the things people gave us. We remember the moments they spent with us. Today, I challenge you to be rich with your time. Put away your phone when a friend is talking. Sit with someone who looks lonely at lunch. Truly listen when your teacher or parents speak. In the world where everyone is in a hurry, choosing to slow down for someone else is the most beautiful thing you can do. Thank you and have a good day ahead. ടീച്ചറിന്റെ വിലയേറിയ വാക്കുകൾക്ക് നന്ദി. സ്നേഹത്തിന്റെ നിമിഷങ്ങൾ നമുക്ക് ചുറ്റുമുള്ളവർക്കായി മാറ്റിവെക്കുമെന്ന് നാം ഇന്ന് പഠിച്ചു കഴിഞ്ഞു. ആ സ്നേഹം നമ്മുടെ രാജ്യത്തോടുള്ള കടമയായി കൂടി മാറ്റേണ്ടതുണ്ട്. നമ്മെ നമ്മളാക്കിയ ഈ നാടിനോടുള്ള കൂറും ഉത്തരവാദിത്വം പുതുക്കിക്കൊണ്ട് നമുക്ക് ദേശീയപ്രതിജ്ഞ ചൊല്ലിത്തരാനായി അശ്വിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദേശീയ ഗാനത്തിനായി നമ്മുടെ വിദ്യാലയത്തിലെ ഗായക സംഘത്തെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ത്യ എന്റെ രാജ്യമാണ്.